രണ്ട് വാക്കുകൾ പറയട്ടെ. ഒന്ന് കൺട്രി, മറ്റൊന്ന് നേഷൻ. കൺട്രിയും നേഷനും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? പലപ്പോഴും നമ്മൾ വിചാരിക്കുക കൺട്രി എന്ന് പറഞ്ഞാലും നേഷൻ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണെന്നാണ്. അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്, അല്പ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഒരു ഭൂപ്രകൃതിയുടെ അതിരുകൾക്കുള്ളിലുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ കൺട്രി എന്ന് പറയുക. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, മാപ്പ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ ബൗണ്ടറി കാണാം. ആ ബൗണ്ടറിക്കുള്ളിൽ വരുന്ന ഭൂവിഭാഗത്തെ, ഭൂപ്രദേശത്തെയാണ് നാം കൺട്രി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുക. ഈ ഭൂവിഭാഗത്തിൽ താമസിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെയാണ് നമ്മൾ നേഷൻ എന്ന് പറയുക, നാഷണൽ എന്ന് പറയുക. അപ്പം ആ ഒരു ഭൂവിഭാഗത്തിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യരെ സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നാഷണലായി. ആ മനുഷ്യരുടെ ചിന്തകളും പെരുമാറ്റങ്ങളും മനുഷ്യരെക്കുറിച്ചുള്ള സംസാരമാകുമ്പോൾ നാഷണൽ എന്നാവും. ഭൂവിഭാഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൺട്രി എന്ന് പറയും. ഈ വാക്കുകൾ തമ്മിൽ തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അർത്ഥം കുറച്ചുകൂടി ശുദ്ധമായിരിക്കും. ഈ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഒരർത്ഥമെന്ന് തോന്നുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ വാക്കുകൾ മുന്നിൽ വന്നപ്പെടാറുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഭാഷ ശുദ്ധമാകും, സംസാരം കൃത്യമാകും. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കടുത്തേക്ക് ഇത് പകർന്നു കൊടുക്കൂ, എത്തിച്ചു കൊടുക്കൂ, ഷെയർ ചെയ്യൂ. അവർക്ക് അവരുടെ ഭാഷ നന്നാവട്ടെ, അവർ കുറച്ചുകൂടി കൃത്യമായ കാര്യങ്ങൾ എഴുതാനും പഠിക്കാനും പറ്റട്ടെ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുള്ള വ്യത്യസ്തങ്ങളായ വാക്കുകളുമായി നമുക്കിനിയും കണ്ടുമുട്ടാം. അടുത്ത പ്രാവശ്യം മറ്റു രണ്ട് വാക്കുകളുടെ അർത്ഥങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.